അതിലും വലിയൊരു കോവിലുണ്ടോ? കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നതാം ദൈവമല്ലേ അമ്മേ, അമ്മേ, അമ്മേ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? തികഞ്ഞ ഭാരവും പൂവായി കാണും, നിറഞ്ഞ നോവിലും നിർവൃതി കൊള്ളും. കനവിൻ കാഞ്ചന തൊട്ടിലൊരുക്കും, കനവിൻ കാഞ്ചന തൊട്ടിലൊരുക്കും. കല്യാണി രാഗം പാടിയുറക്കും. ആരീരാരോ ആരാരിരോ, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? സർവവും മറക്കും കോടതിയമ്മ, സത്യപ്രഭതൻ സന്നിധിയമ്മ. സ്നേഹസാരം നീ തന്നെയല്ലേ, സ്നേഹസാരം നീ തന്നെയല്ലേ. സേവനഭാവം നിൻ പ്രാണനല്ലേ അമ്മേ, അമ്മേ, അമ്മേ. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നതാം ദൈവമല്ലേ അമ്മേ, അമ്മേ, അമ്മേ. ലോ അല്ലേ വരുന്നത്, അവിടെ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താമായിരുന്നു. പക്ഷെ നന്നായിരുന്നു കേട്ടോ, ഒരു ഡിഫറൻറ്റ് സോങ്, വളരെ പ്രത്യേകതയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്, നല്ല സെലക്ഷൻ. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അതർവൈസ് ഇറ്റ്സ് നൈസ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ഒരു ഡെഡിക്കേഷനാണ് പെത്താച്ചന് വേണ്ടി. ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്നേഹിക്കുന്നവരും നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഇൻ ലൈഫ് അല്ലേ? അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അത് എന്ത് പറയാനാണ്, എനിക്ക് വളരെ അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഗോഡ് ബ്ലെസ് ബോത്ത് ഓഫ് യു. അത് ഇങ്ങനെ ഒരു ഡെഡിക്കേഷൻ, അത് ഈ ഒരു റൗണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആണ്. എന്നാലും അങ്ങനെ ലൈവായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ അല്ലേ? അപ്പോൾ പിന്നെ പെത്താച്ചേട്ടന് എന്ത് തോന്നി? എന്താ, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടൊരു വേദിയായിരുന്നു. പിന്നെ ദൈവാനുഗ്രഹം. അത് കറക്റ്റാണ്. പെത്താച്ചാണോ കൂടുതൽ ഇഷ്ടം? ആണോ? ഏറ്റവും ഇഷ്ടം ഉപ്പാൻ ഉമ്മാനാണ്. എന്റെ ഉമ്മാനെയാണ് ഏറ്റവും ഇഷ്ടം. അത് ശരി. ഉമ്മാന്റെ പെറ്റാണ് ഉമ്മ. ഇവനിപ്പം ഇവിടെ വന്നിട്ട് 2.5 മാസമായി.
ഇവന്റെ ഒരു ഡ്രസ്സ് അലക്കാതെ ഉമ്മ അവിടെ അയ്യോടാ ഹൗ ക്യൂട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പല സ്ഥലങ്ങളും അത് വളരെ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ പാടുന്നു, പെത്തച്ഛന് വേണ്ടി പാടുന്നു എന്ന് അങ്ങനെ വളരെ സിൻസിയറായിട്ട് പാടി മോന് അത്. അപ്പോൾ ഗോഡ് ബ്ലെസ് ബോത്ത് ഓഫ് യു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും പെത്തച്ഛൻ്റെ എല്ലാ ഡ്രീംസും ഇറ്റ് വിൽ ബിക്കം ട്രൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അഭിമാനം തോന്നുന്നുണ്ടോ? ഒത്തിരി ആണല്ലേ. അതായത് മോൻ പാടിയപ്പോൾ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ചില സിനിമയിലൊക്കെ ഇങ്ങനെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഭഗവാനെ നോക്കിയൊക്കെ ആളുകൾ പാടുന്ന ഭജൻസ് അങ്ങനെയുള്ള പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അതേ ഒരു ഫീല് മോൻ അതിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. ഇതിലും അമ്മയല്ലാതെ ഒരു ദൈവമുണ്ട്, അതിലും വലിയൊരു കോവിലുണ്ടെന്ന് തന്നെയാണ് ലിറിക്സും. അപ്പോൾ മോൻ ആ ഒരു പേഴ്സ്പെക്റ്റീവ് നിന്ന് തന്നെ പാടി എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. തികഞ്ഞ കൈയടക്കം, പാടിയതിന് നല്ല ഗ്രാബ് ഉണ്ടാകും. യശസ്വി ഭവ. എടാ മോനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ വന്ന് കുട്ടികൾ ഇത്രയും പേര് പാടിയിട്ടുണ്ടെങ്കിലും ഇത്രയധികം അമ്മയെ നോക്കി കൈ കാണിച്ച് ഓരോ സ്ഥലവും സത്യപ്രഭതൻ സന്നിധി അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അമ്മയെ കാണിച്ചത് കാണിക്കാൻ വേണ്ടിയല്ല, അവനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ കേട്ടു നോക്കൂ, അവൻ അറിയാതെ അവൻ ആ കൈ ഇങ്ങനെ അങ്ങ് കാണിക്കും. സർവവും മറക്കും കോടതിയമ്മ, സത്യപ്രഭതൻ സന്നിധിയമ്മ, സ്നേഹസാരം നീ തന്നെയല്ലേ, സ്നേഹസാരം നീ തന്നെയല്ലേ, സേവനഭാവം. എനിക്ക് ഇത്രയും ബഹുമാനമുണ്ടമ്മേ, ഇത്രയും എൻ്റെ നെഞ്ചിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് അവൻ പരോക്ഷമായിട്ട് പറയുന്നത് പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഇമോഷനെ കുറിച്ചാട്ടോ പറഞ്ഞത്. എനിക്ക് ഫുൾ ഇമോഷൻ കിട്ടി കേട്ടോ.